എല്ലാവർക്കും നമസ്കാരമുണ്ട്. മറ്റത്തൂർ മട്ടേര വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും മറ്റത്തൂർ മട്ട എന്ന ബ്രാൻഡ് 2020 എൻ്റെ നാട്ടിലൊരു യുവ സംരംഭകൻ പേറ്റന്റ് എടുത്ത ഒരു പ്രൊഡക്റ്റാണ്. അതറിയാണ്ടാണ് നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മറ്റത്തൂർ മട്ട എന്ന രീതിയിൽ വലിയൊരു സംഭവം നടത്തിയത്. അതിനുശേഷം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അവരുടെ മറ്റത്തൂർ മട്ട എന്ന പേര് മാറ്റി മറ്റത്തൂർ വടിമട്ടയെ ആക്കിയിട്ടുണ്ട്. അപ്പം മറ്റത്തൂർ വടിമട്ട ഇന്ന് എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് എവിടെ എത്തിയില്ല, ആ പരിപാടി കൂട്ടിക്കെട്ടിയ അവസ്ഥയാണ്. മറ്റത്തൂർ മട്ടയാണെങ്കിൽ പണി അറിയാവുന്ന നമ്മുടെ നാട്ടിലെ യുവ സംരംഭകൻ അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോണേല് നമുക്ക് വളരെയധികം സന്തോഷം. കാരണം എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇതേപോലെ മറ്റത്തൂർ മട്ട എന്ന് പറഞ്ഞ് യഥാർത്ഥ ഒരു അവകാശം ഉണ്ടെന്നും അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള വിവരം എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ആ സംരംഭകന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ന്യായീകരിക്കേണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല, ഇത് ഞങ്ങൾ കർഷകരുടെ നല്ലതിനും വേണ്ടി ജനങ്ങൾക്ക് ചെറിയ റേറ്റിനൊക്കെയാണ് ഞങ്ങൾ അരി കൊടുത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിലൊരു നഷ്ടം വന്നതെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവര് അരി കൊടുക്കുന്ന സമയത്ത് മാർക്കറ്റില് മട്ടരിയുടെ വില എന്ന് പറയുന്നത് 43 രൂപയാണ്. ആ സമയത്താണ് ഇവര് 45 രൂപയ്ക്ക് അരി വിറ്റ്. പിന്നെ അത് കഴിഞ്ഞപ്പോ ഇവര് 55 രൂപയ്ക്ക് അരി വിറ്റു. അവസാനം ഈ അരി ആരും വാങ്ങാണ്ടായപ്പോ 25 രൂപയ്ക്കാണ് ജനകീയ ഹോട്ടലിന് കൊടുത്താണ് ഇവർ ഈ അരി കച്ചവടം അവസാനിപ്പിച്ചത്. ഈ കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ പുറത്ത് കാണിച്ചപ്പോൾ എനിക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡൗട്ട് തോന്നി. ഇവരുടെ കണക്ക് പ്രകാരം 4492 കിലോ നെല്ലാണ് ഇവർ സംഭരിച്ചത്. അതിന് 8 രൂപ വെച്ച് ഇത് കുത്തിക്കാനായിട്ട് 35,936 രൂപയാണ് ആവേണ്ടത്. പക്ഷെ ഇവർക്കാകെ 32,599 രൂപയാണ് വന്നുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരു 417 കിലോ നെല്ലിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എങ്ങനെയാണ് ഇവർ സംഭരിച്ച നെല്ലും ഇവർ കുത്തിയ നെല്ലും തമ്മിൽ ഒരു ഡിഫറൻസ് വന്നതെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് സാധാരണ നെല്ല് കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണക്കിയിട്ടാണ് കർഷകർ കൊടുക്കുക. സപ്ലൈകോയ്ക്കും എവിടേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് നെല്ല് കൊടുക്കുക. പക്ഷേ നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. ഇവർ ഈ നെല്ല് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടു. ഇത് ഉണക്ക പിടിക്കൊന്നും ചെയ്തില്ല. ശരിക്കും ഇത് ഉണക്കിയിട്ടാണ് കർഷകരിൽ നിന്ന് വാങ്ങേണ്ടത്. അതറിയാത്ത പച്ച നെല്ല് കൊണ്ട് ഇവര് ചാക്കിലാക്കി കൊണ്ടിട്ട് ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവർ കുത്തിക്കാൻ പോണത്. ആ സമയമായപ്പോഴേക്കും 417 കിലോ നെല്ലിന്റെ തൂക്കത്തിൽ കുറവുന്നു. അതാണ് ഈ കുത്തുമ്പോ ഈ പൈസ ഇവിടെ കുറയാൻ കാരണം. കച്ചവടം അറിയാണ്ട് ഈ വക പരിപാടികൾക്ക് ഇറങ്ങരുത്. ഇതിനെ കുറിച്ച് നന്നായി സ്റ്റഡി നടത്തിയിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, കുഴപ്പമില്ല. പക്ഷെ വെൽ സ്റ്റഡി നടത്തിയിട്ട് നല്ല രീതിയിൽ വേണം അത് ചെയ്യാൻ. ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ വേറെ ഇതിന് അവകാശികൾ ഉണ്ടോ എന്ന് വേറെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ തെറ്റുകളൊക്കെ തിരുത്തി ഇനി നല്ല നല്ല സംരംഭങ്ങൾ എൻ്റെ പഞ്ചായത്ത് തുടങ്ങുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.